യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ചു പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളം ഊതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്നു അവനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവന്റെ രക്തം അവന്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളമൂതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്നു അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ ഇവൻ തന്റെ അകൃത്യം നിമിത്തം ഛേദിക്കപ്പെട്ടുപോയി എങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ടു എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തേണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്റെ വഴി വിട്ടുതിരിയാഞ്ഞാൽ അവൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേൽ ഇരിക്കുന്നു, അവയാൽ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾ പറയുന്നു. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിവീൻ, തിരിവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നുവെന്നു അവരോട് പറക. മനുഷ്യപുത്ര, നീ നിന്റെ സ്വന്തം ജാതിക്കാരോട് പറയേണ്ടത്, നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവന്റെ നീതി അവനെ രക്ഷിക്കയില്ല. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തന്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല. നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവനു തന്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുകയുമില്ല. നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ചു അകൃത്യം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവന്റെ നീതിപ്രവർത്തികൾ ഒന്നും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കും. എന്നാൽ ഞാൻ ദുഷ്ടനോട്, നീ മരിക്കുമെന്ന് പറയുമ്പോൾ അവൻ തന്റെ പാപം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും പണം തിരികെ കൊടുക്കുകയും അപഹരിച്ചതു മടക്കിക്കൊടുക്കുകയും നീതികേട് ഒന്നും ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും. അവൻ ചെയ്ത പാപമൊന്നും അവന് കണക്കിടുകയില്ല. അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ ജീവിക്കും. എന്നാൽ നിന്റെ സ്വജാതിക്കാർ കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. അവരുടെ വഴിയത്രേ ചൊവ്വില്ലാതെ ഇരിക്കുന്നത്. നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ തന്നെ മരിക്കും. എന്നാൽ ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും. എന്നിട്ടും കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും അവനവന്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും. ഞങ്ങളുടെ പ്രവാസത്തിന്റെ 12-ാം ആണ്ട് 10-ാം മാസം 5-ാം തീയതി യെരുശലേമിൽ നിന്ന് ചാടിപ്പോയ ഒരുത്തൻ എന്റെ അടുക്കൽ വന്നു, നഗരം പിടിക്കപ്പെട്ടുപോയി എന്ന് പറഞ്ഞു. ചാടിപ്പോയവർ വരുന്നതിന്റെ തലേനാൾ വൈകുന്നേരം യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. രാവിലെ അവൻ എന്റെ അടുക്കൽ വരുമ്പോഴത്തേക്ക് യഹോവ എന്റെ വായ് തുറന്നിരുന്നു. അങ്ങനെ എന്റെ വായ് തുറന്നതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതെയിരുന്നില്ല. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ദേശത്തിലെ ശൂന്യസ്ഥലങ്ങളിൽ പാർക്കുന്നവർ, അബ്രഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു, ഞങ്ങളോ പലരാകുന്നു, ഈ ദേശം ഞങ്ങൾക്കു അവകാശമായി ലഭിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ മാംസം രക്തത്തോടുകൂടെ തിന്നുകയും നിങ്ങളുടെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയും രക്തം ചൊരിയുകയും ചെയ്യുന്നു. നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? നിങ്ങൾ നിങ്ങളുടെ വാളാൽ ആശ്രയിക്കുകയും മ്ലേച്ഛത പ്രവർത്തിക്കുകയും ഓരോരുത്തരും തന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നാണ് ശൂന്യസ്ഥലങ്ങളിൽ പാർക്കുന്നവർ വാൾ കൊണ്ട് വീഴും. വെളിംപ്രദേശത്തുള്ളവരെ ഞാൻ മൃഗങ്ങൾക്ക് ഇരയായി കൊടുക്കും.
ദുർഗങ്ങളിലും ഗുഹകളിലും ഉള്ളവരോ മഹാമാരി കൊണ്ട് മരിക്കും. ഞാൻ ദേശത്തെ പാഴും ശൂന്യവുമാക്കും. അതിന്റെ ബലത്തിന്റെ പ്രതാപം നിന്നുപോകും. ഇസ്രയേൽ പർവ്വതങ്ങൾ ആരും വഴിപോകാതെ വണ്ണം ശൂന്യമായിത്തീരും. അവർ ചെയ്ത സകല മ്ലേച്ഛതകളും നിമിത്തം ഞാൻ ദേശത്ത് പാഴും ശൂന്യവുമാക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. മനുഷ്യപുത്ര, നിന്റെ സ്വജാതിക്കാർ മതിലുകൾക്കരികത്തും വീട്ടുവാതിൽക്കൽ വെച്ചും നിന്നെക്കുറിച്ച് സംഭാഷിച്ചു, യഹോവയിങ്കൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്നു കേൾപ്പീൻ എന്ന് തമ്മിലും ഓരോരുത്തൻ താൻ തന്നെ സഹോദരനോടും പറയുന്നു. സംഘം കൂടി വരുന്നതുപോലെ അവർ നിന്റെ അടുക്കൽ വന്നു എന്റെ ജനമായിട്ട് നിന്റെ മുമ്പിലിരുന്നു നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായ്കൊണ്ടു അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവും ഉള്ള ഒരുത്തന്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു. അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, ചെയ്യുന്നില്ല താനും. എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു, അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അറിയും.